തന്റെ വണ്ണത്തെക്കുറിച്ച് ചോദ്യമുയർത്തിയ മാധ്യമപ്രവർത്തകന് ശക്തമായ മറുപടി നൽകി നടി ഗൗരി കിഷൻ. ഗൗരി പ്രധാന കഥാപാത്രമായി എത്തുന്ന അതേഴ്സ് എന്ന തമിഴ് ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായി ചെന്നൈയിൽ വെച്ച് നടന്ന പരിപാടിയിലാണ് താരം പ്രതികരിച്ചത്. സിനിമയുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ഉന്നയിച്ചതെന്ന മാധ്യമപ്രവർത്തകന്റെ വാദത്തിനോടാണ് ഗൗരി പ്രതികരിച്ചത്. എന്റെ ഭാരം നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ സിനിമയുമായി അതിന് എന്ത് ബന്ധമാണുള്ളത് എന്ന് ഗൗരി ചോദിച്ചു. ഓരോ സ്ത്രീക്കും വ്യത്യസ്തമായ ശരീരപ്രകൃതമാണുള്ളതെന്നും തന്റെ കഴിവുകളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്നും ഇത്തരം അംഗീകാരങ്ങൾ ആവശ്യമില്ലെന്നും ഗൗരി തുറന്നടിച്ചു. ഇതൊരു തമാശയായി എനിക്ക് തോന്നിയില്ല. ബോഡി ഷേമിംഗ് സാധാരണവൽക്കരിക്കരുത്. എന്നോട് ചോദിച്ച ചോദ്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് അവകാശമുണ്ടെന്നും ഗൗരി വ്യക്തമാക്കി. எனக்கு தமிழ் தெரியாது, நான் இங்கதான் படிச்சது. எனக்கு எல்லாம் தெரியும். இது ஜேர்னலிசமே இல்ல. ஃபர்ஸ்ட் ஆஃப் ஆல் நீங்க பண்றது ஜேர்னலிசமே. உங்க வீட்டு இவர்கிட்ட கேட்டாங்க, இங்க தமிழ் சினிமா ரசிகர் என்ன வரும்னா 32 வருஷமா ஜேர்னலிஸ்டா இருக்காங்க. நான் வேலை பார்க்காத பத்திரிக்கை ஒரே ஒரு பத்திரிக்கை தான். பாக்கி எல்லா பத்திரிக்கையும் வேலை பார்த்து இன்னைக்கு யூடியூபரா இருக்காங்க. ஓகே, என்னிட்ட பேசினா அன்னைக்கே பதில் சொல்ல வேண்டியதுன்னா இவர்கிட்ட நான் கேட்ட கேள்விக்கு நீங்க வளர்ற ஹீரோ சார் இப்படிலாம் சப்போர்ட் பண்ணாதீங்க. ஓகேங்களா? நான் எந்த தப்பாவும் கேட்கல, எல்லாம் வழக்கமா கேட்கறீங்க. வெயிட்ட கேட்டா எனக்கு ஒண்ணு ஏன் வெயிட்ட கேட்கறீங்க? நான் நடிக்கிறேன், நான் நடிக்கிறேன். நான் என் வீட்டு அவர் தூக்குனாரு, உங்களுக்கு சிரமமா நீங்க பேசி முடிச்சிட்டு சொல்லுங்க, நான் சொல்றேன். சிரமமா இருந்ததா எப்படி? ஏன்னா உங்களுக்கு தமிழ் புரியல. இன்ட்ரெஸ்டிங்கான क्वेश्चन அது. என்ன இன்ட்ரெஸ்டிங்கான என்ன கேட்ட சொல்லுங்க. கொஞ்சம் பூசி நான் கேக்குறேன். எனக்கு நல்லா ஞாபகம் இருக்கு. நீங்க என்ன கேட்டீங்க சார்? ஒரே நிமிஷம் முடிச்சிட்டு நான் சொல்றேன். பூசி மொழின மாதிரி இருக்கிறாங்க. என்ன வேண்டினாங்க? இங்க குஷ்புல இருந்து சரிதாவோட இருந்து கொண்டாடுற தமிழ் சினிமா அப்படிலாம் சொல்லல. நீங்க ஹீரோயின் வெயிட் என்னன்னு தான் கேட்டீங்க. அது ரொம்ப டிஸ்ரெஸ்பெக்ட்ஃபுல்லான கேள்வி. நான் உங்கள்கிட்ட டைரக்டா சொல்றேன். ஓகே சார். நீங்க ஜேர்னலிசம் படிச்சிருக்கீங்க. ஜேர்னலிசம் படிச்சவங்க என்ன உங்கள்கிட்ட நான் மோடியை பத்தியும் ட்ரம்பை பத்தியுமா கேட்க முடியும்? இந்த சினிமாவோட அவர் தூக்கி இருக்கிறார். இந்த சினிமாவை அவர் சொல்லி முடிக்கட்டும். வளரணும். நீங்க அவர் சொல்லி நீங்க தானா வெயிட் பத்தி கேட்கணும்? என்ன தப்பா கேட்கணும்? തീർച്ചയായും തത്സമയം ഇപ്പോൾ നടി ഗൗരി കിഷൻ ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ഗൗരി, കേൾക്കാമോ? കേൾക്കാം സർ. താങ്കളുടെ പ്രതികരണം തത്സമയം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശക്തമായ നിലപാടാണ് താങ്കൾ സ്വീകരിച്ചത്. നമുക്കറിയാം, ഈ ബോഡി ഷേമിംഗ് എപ്പോഴും ചർച്ചയാകുന്ന ഒരു വിഷയമാണല്ലോ. ഗൗരി, താങ്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഞാൻ ഇന്നലെ എൻ്റെ പ്രസ് മീറ്റിൽ പറഞ്ഞ റിയാക്ഷൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് ഇൻഡസ്ട്രിയിൽ മാത്രം എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. എല്ലാ മേഖലയിലും നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ബോഡി ഷേമിങ്. ഒരാളുടെ ശരീരം വെച്ച് ഒരാളെ ഗേജ് ചെയ്യുന്നതോ ജഡ്ജ് ചെയ്യുന്നതോ വളരെ തെറ്റായൊരു ഇതാണ്. അത് നമ്മൾ ടോളറേറ്റ് ചെയ്യാനും പാടില്ല. പലപ്പോഴും സ്ത്രീകളെയാണ് അത് ടാർഗറ്റ് ചെയ്യുന്നത് കൂടുതലും. അത് നോർമലൈസ് ചെയ്യുന്നത് വളരെ തെറ്റാണ്. അപ്പോൾ ഞാനൊരു സിറ്റുവേഷനിൽ ഒരു സം ലെവൽ ഓഫ് ഹറാസ്മെന്റ് ഫേസ് ചെയ്തു ഇന്നലെ. അതുകൊണ്ട് തന്നെ അത്രയും റിയാക്ട് ചെയ്യേണ്ടി വന്നു. ഞാൻ പറയുന്നത് പലവരും കേൾക്കുന്നില്ലായിരുന്നു, എന്നെ സൈലൻസ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പം പല കാര്യങ്ങളും മാറണം. ഇൻഡസ്ട്രിയിൽ മാത്രമല്ല സൊസൈറ്റിയിലും ഇങ്ങനെയും ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് കാണുമ്പോൾ ഒരു നിരാശ. തീർച്ചയായും ഗൗരി, അത് തന്നെയാണ് താങ്കൾ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. അതായത് എൻ്റെ ഭാരം നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്, ഈ സിനിമയുമായി അതിന് എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് ഗൗരി ചോദിക്കുന്നുണ്ട്. അത് ശരി തന്നെയാണ്. ഈ വണ്ണമുള്ളതും വണ്ണമില്ലാത്തതും ഒക്കെ മറ്റൊരു വ്യക്തിയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നത് ഗൗരവപരമായ ചോദ്യം തന്നെയാണല്ലോ ഗൗരി. അതെ അതെ, അതാണ് എന്റെ സിനിമയെ പറ്റിയോ ഞാനിതിൽ ചെയ്യുന്ന ക്യാരക്ടറിനെ കുറിച്ചോ. ഇതിൽ ഞാനൊരു ഡോക്ടറായിട്ടാണ് എന്റെ ക്യാരക്ടർ ചെയ്യണത്. ഒരു മെഡിക്കൽ ത്രില്ലറാണ്. അതുകൊണ്ട് തന്നെ വളരെ പിവറ്റൽ ആയിട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ് എന്റെ ക്യാരക്ടർ. പക്ഷെ അതൊന്നുമല്ല അവർക്ക് വേണ്ടത്. ഹീറോ നിങ്ങളെ പൊക്കിയപ്പോൾ നിങ്ങളുടെ വെയിറ്റ് ഉണ്ടായിരുന്നു. അത് എന്നോട് പോലും അല്ല, ഒരു കമന്റ് ആയിരുന്നു. അത് ഇത്രയും മോശപ്പെട്ട, ഇത്രയും മര്യാദ ഇല്ലാത്തൊരു വളരെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ളൊരു ചോദ്യം എന്ന് തന്നെ ഞാൻ പറഞ്ഞപ്പം ആൾക്ക് ഭയങ്കര ഒഫൻഡഡ് ആയി. എന്ത് സ്റ്റുപ്പിഡ്, എനിക്ക് 35 വർഷത്തെ ജേർണലിസം എക്സ്പീരിയൻസ് ഉണ്ട്. ഇതാണോ ജേർണലിസം? ഇതൊരിക്കലും അല്ല ജേർണലിസം. എനിക്ക് വളരെ റെസ്പെക്റ്റ് ഉള്ളൊരു ഫീൽഡാണ്. എനിക്ക് സത്യം പറഞ്ഞ ജേർണലിസ്റ്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ പഠിച്ചൊരു സബ്ജക്റ്റാണ്.
ഇതിനെയൊക്കെ ജേർണലിസം എന്ന് വിളിക്കുന്നത് തന്നെ വളരെ തെറ്റാണ്. ഒരാളുടെ ബോഡി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനെ വെച്ചിട്ട് ഒരാളുടെ കോൺഫിഡൻസ് ബ്രേക്ക് ചെയ്യുന്നത് ഇയാളുടെ പേഴ്സണാലിറ്റിയെ കുറിച്ചാണ് കൂടുതലും പറയുന്നത്. തീർച്ചയായും എന്തായാലും ശക്തമായ നിലപാടാണ് താങ്കൾ സ്വീകരിച്ചത് എന്നുള്ളതാണ്, അത് അഭിനന്ദാർഹവുമാണ്. എന്തായാലും ഞങ്ങളുടെ ഈ ഒരു സമയത്ത് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി ഗൗരി കിഷൻ. നന്ദി.